ഇതിൻ്റെ MRP വരുന്നത് 9550 ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ആമസോണിൽ ഈ പ്രിൻ്റർ 6000 രൂപയിൽ താഴെ നമുക്ക് ലഭിക്കുന്നതാണ്. Welcome to Men4 Tech, your portal to the future. And don't forget, we're always here, ready to guide you. Make sure to subscribe, like, and share our content. Hi friends, I am Jarin from Men4 Tech. ഇന്നത്തെ വീഡിയോ ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പുതുതായി ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്ഥാപനത്തിലേക്ക് ഏറ്റവും അത്യാവശ്യമായൊരു ഘടകമാണ് ഒരു ബില്ലിംഗ് പ്രിൻ്റർ. ഉദാഹരണം, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് അല്ലെങ്കിൽ ബേക്കറി അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, ഇവിടെയെല്ലാം ഒരു പ്രിൻ്ററാണ് വേണ്ടത്. അതിന് ഏറ്റവും യോജിക്കുന്നത് ഒരു തെർമൽ പ്രിൻ്റർ ആയിരിക്കും. എന്നാൽ ഈ തെർമൽ പ്രിൻ്റർ നമ്മൾ ബ്രാൻഡഡ് കമ്പനികളുടെ നോക്കുമ്പോൾ 10,000 രൂപ മുതൽ മുകളിലേക്കാണ് ഒരു തെർമൽ പ്രിൻ്ററിന് വില വരുന്നത്. എന്നാൽ അറ്റ്പോസ് എന്ന കമ്പനി ഇറക്കിയിട്ടുള്ള AT502 എന്ന ഒരു ബില്ലിംഗ് പ്രിൻ്ററാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രിൻ്ററിൻ്റെ വില വെറും 6000 രൂപയിൽ താഴെയാണ്, വിത്ത് 1 വർഷം വാറണ്ടി. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പ്രിൻ്റർ എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി ഞാൻ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ്. നല്ല നീറ്റായിട്ട് തന്നെ ആമസോൺ പാക്ക് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ പ്രിൻ്ററിൻ്റെ പേര് അറ്റ്പോസ് എന്ന കമ്പനിയുടെയാണ്. അറ്റ്പോസ് AT502 എന്ന മോഡലാണ്. ഈ പ്രിൻ്ററിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത 230 mm അല്ലെങ്കിൽ 9 ഇഞ്ച് പ്രിൻ്റ് ചെയ്യാൻ ഒരു സെക്കൻഡ് മാത്രം മതി. ഈ പ്രിൻ്ററിൽ സപ്പോർട്ട് ചെയ്യുന്ന തെർമൽ പേപ്പറിൻ്റെ വിഡ്ത്ത്, അതായത് വീതി 80 mm അഥവാ 3 ഇഞ്ചാണ്. അവരുടെ ഒരു വിസിറ്റിംഗ് കാർഡ് പോലത്തെ ഒരു കാർഡ് ഇതിനകത്ത് തന്നിട്ടുണ്ട്, ഒരു താങ്ക്സ് കാർഡ് തന്നിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു വാറണ്ടി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഉള്ള ഒരു വാറണ്ടി പേപ്പറാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു AC പവർ കോഡ് കമ്പനി ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. $24 വോൾട്ട് 2.5 ആംപിയർ DC അഡാപ്റ്ററും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ DC അഡാപ്റ്ററിലാണ് ഈ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നത്. ആയതിനാൽ ഈ പ്രിൻ്ററിന് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇതാണ് പ്രിൻ്ററിൻ്റെ യൂസർ മാനുവൽ ഗൈഡ്. ഡ്രൈവർ CD ഈ പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. നെറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. CD ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. പ്രിൻ്റർ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു USB കേബിള്, പേപ്പർ റോള് ഇടാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്ക്, ഒരു റോള് തെർമൽ പേപ്പറും കമ്പനി ഈ പ്രിൻ്ററിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ റോളാണ് ഈ ഗോൾഡൻ കവറിലുള്ളത്. നമുക്ക് പ്രിൻ്റർ എടുത്ത് പുറത്തേക്ക് വയ്ക്കാം. വളരെ ഒതുക്കമുള്ളതും നല്ല ഗുണമേന്മയുള്ള ഡിസൈനിലും നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രിൻ്ററാണിത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉയർന്ന വില കൊടുത്ത് വലിയ മുൻനിര കമ്പനികളുടെ പ്രിൻ്റർ മേടിക്കുന്നതിൽ നല്ലത് 6000 രൂപയ്ക്ക് ഈ പ്രിൻ്റർ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും. കാരണം 1 വർഷം വാറണ്ടിയാണ് ഇവരും നൽകുന്നത്. ബ്രാൻഡഡ് കമ്പനികളും 1 വർഷം വാറണ്ടിയാണ് പ്രിൻ്ററിന് നൽകുന്നത്. നല്ല ഉയർന്ന ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഈ പ്രിൻ്റർ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെക്കാനിസം സൈഡെല്ലാം മെറ്റലാണ്. പേപ്പർ റോൾ ഓർഡർ ചെയ്യാനുള്ള QR കോഡ് സൈറ്റെല്ലാം പ്രിൻ്ററിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് എന്തൊക്കെ വരുന്നതെന്ന് നോക്കാം. ഒരു ഓൺ ഓഫ് സ്വിച്ച് പ്രിൻ്ററിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പവർ ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ച്, അഡാപ്റ്റർ കുത്താനുള്ള ഒരു DC സോക്കറ്റ്, പിന്നെ RJ11 സോക്കറ്റ്. ഇത് ക്യാഷ് ഡ്രോയറുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ക്യാഷ് ഡ്രോയർ സപ്പോർട്ടഡ് പ്രിൻ്ററാണിത്. USB കേബിൾ കണക്ട് ചെയ്യാനുള്ള USB പോർട്ട്, പിന്നെ LAN കണക്ടിവിറ്റിയും ഉണ്ട്. ഇത് 24 വോൾട്ട് 2.5 ആംപിയറിലാണ് ഈ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നത്. പേപ്പർ സപ്പോർട്ട് ചെയ്യുന്ന 80 mm അഥവാ 3 ഇഞ്ച് പേപ്പർ വരെയാണ് ഈ പ്രിൻ്റർ സപ്പോർട്ട് ചെയ്യുന്നത്. ജപ്പാൻ നിർമ്മിതമായ തെർമൽ ഹെഡാണ് ഈ പ്രിൻ്ററിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാറ്റിനം പ്ലേറ്റഡ് കട്ടിംഗ് ബ്ലേഡും ഈ പ്രിൻ്ററിൻ്റെ എടുത്തു പറയത്തക്ക ഒരു സവിശേഷതയാണ്. ഈ പ്രിൻ്ററിൻ്റെ
വെയിറ്റ് വന്നിട്ട് 2.4 കിലോഗ്രാമാണ് പ്രിൻ്ററിൻ്റെ ടോട്ടൽ വെയിറ്റ്. ഇനി നമുക്ക് പ്രിൻ്ററിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒരു പവർ ബട്ടൺ കാണാം, പിന്നെ എറർ ലൈറ്റ് ഉണ്ട്, പിന്നെ പേപ്പർ സെൻസർ ലൈറ്റ് ഉണ്ട്, പിന്നെ പേപ്പർ ഫീഡർ ബട്ടണും ഉണ്ട്. ഈ കാണുന്ന വലിയ ബട്ടണിൽ പ്രസ് ചെയ്താണ് പ്രിൻ്റർ ഓപ്പൺ ആക്കേണ്ടത്. ഇവിടെ നമുക്കിനി ഈ തെർമൽ പേപ്പർ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഫോയിൽ പേപ്പർ റിമൂവ് ചെയ്തു. അതിനുശേഷം ഈ സ്റ്റിക്കിലേക്ക് നമുക്ക് ഈ പേപ്പർ ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ഈ സ്റ്റിക്ക് പ്രിൻ്ററിൽ കൊടുത്തിട്ടുള്ള ഈ വെട്ടിലേക്ക് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, ടൈറ്റ് ആയിട്ടിരുന്നോളും. നമ്മൾ പേപ്പർ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് USB കേബിള് പ്രിൻ്ററുമായി കണക്ട് ചെയ്യാം. ഇതാണ് USB പോർട്ട്. ഇനി നമുക്ക് AC അഡാപ്റ്ററും പ്രിൻ്ററിലേക്ക് ചെയ്യാം. ഇതാണ് ഭാഗത്തേക്ക് പ്രിൻ്ററിലേക്ക് കണക്ട് ചെയ്യേണ്ട DC പിന്നെ ഇത് DC സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. DC കേബിളും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ AC പവർ കോഡും ഈ DC അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യാം. പ്രിൻ്ററിൻ്റെ കൂടെ തന്നിട്ടുള്ള ആക്സസറീസ് എല്ലാം നല്ല ഉയർന്ന നിലവാരമുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് കമ്പനി ഇതിൻ്റെ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ CD കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് പ്രിൻ്റ് അടിച്ച് നോക്കാം. ഫസ്റ്റ് പ്രിൻ്റ് വന്നു, ഒരു ടെസ്റ്റ് പ്രിൻ്റാണ് കൊടുത്തത്. ഇനി നമുക്ക് വിൻഡോസിൽ പോയിട്ട് പ്രിൻ്റർ പ്രോപ്പർട്ടീസിൽ ഒരു ടെസ്റ്റ് പ്രിൻ്ററോടെ കൊടുത്തു നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ് ഔട്ട് തന്നെയാണ് ഈ പ്രിൻ്റർ നമുക്ക് തരുന്നത്. പ്രിൻറ്റിങ് ക്വാളിറ്റിയിൽ യാതൊരു രക്ഷയുമില്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയർ പ്രിൻ്റ് ഔട്ടാണ് ഈ പ്രിൻ്റർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.